വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. റൈറ്റർ ശ്രീമതി വി പത്മശ്രീ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ എൻ ബാലഗോപാൽ, പി ശിവൻകുട്ടി, MLA ശ്രീ PC വിഷ്ണുദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സ്വാഗതം പറഞ്ഞ ശ്രീ ചിറ്റേൻ ഗോപകുമാർ, സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ ഉൾപ്പെടെ വീട്ടിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മൂന്നാമത്തെ ലിറ്റററി ഫെസ്റ്റിവൽ KLIPF 3rd എഡിഷൻ ഇതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KLIPFന്റെ 3rd എഡിഷൻ ഈ നിലയിലേക്ക് വിജയിപ്പിക്കാൻ സഹകരിച്ചവരിൽ ഏറ്റവും ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ജീവനക്കാർ തന്നെയാണ്. ആദ്യമായി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുഴുവൻ ജീവനക്കാരെയും ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. മൂന്നാമത്തെ എഡിഷൻ ആരംഭിച്ചത് ജനുവരി മാസം 7-ാം തീയതിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തതും ഉദ്ഘാടനം നിർവഹിച്ചതും. ആ ചടങ്ങിൽ വെച്ച് മൂന്നാമത് കേരള നിയമസഭയുടെ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട M മുകുന്ദന് ഞങ്ങൾ സമ്മാനിച്ചു എന്നുള്ളതാണ്. ഈ ചടങ്ങിൽ കർണാടകയുടെ സ്പീക്കർ ശ്രീ UT ഖാദർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തവണത്തെ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വേദി ഉണ്ടാക്കുകയും അവിടെ വെച്ച് ഏതാണ്ട് 30ഓളം സെഗ്മെന്റുകളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചർച്ച സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ 7 ദിവസങ്ങളിലായി ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ നിയമസഭാ പുസ്തകോത്സവം കാണാനും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനും വന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത. കേരള നിയമസഭയെക്കുറിച്ച് സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹൈലി സ്റ്ററൈലായ ഒരു ഏരിയയാണ്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഐഡന്റിറ്റി കാർഡും പാസും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ 7 ദിവസങ്ങളിൽ ആൾക്ക് കടന്നു വരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലിറ്റററി ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി വീണ്ടും ആ വലിയ ഗേറ്റ് അടക്കപ്പെടും. ഇനി ആളുകൾക്ക് നാളെ മുതൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും പാസും ഐഡന്റിറ്റിയും നൽകേണ്ടി വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു നിയമസഭാ കവാടം ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ചർച്ചകൾ ഉയർന്നു വന്നില്ല. നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ, ഇങ്ങനെ തുറന്നാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഉൾപ്പെടെ. പക്ഷെ അതിൽ ഒന്നാമത്തെ എഡിഷൻ മുതൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളാണ് യജമാനന്മാർ. ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇതിനകത്തിരിക്കുന്നവർ. സ്വാഭാവികമായും എല്ലാ ദിവസവും അവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വർഷത്തിലൊരു ചുരുങ്ങിയ ദിവസമെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് യഥേഷ്ടം കടന്നു വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് നിയമസഭ തുറന്നു കൊടുക്കാനും അവർക്ക് യഥേഷ്ടം കടന്നു വരാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത്. ഈ 7 ദിവസങ്ങളിലും ലിറ്റററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് പുസ്തകശാലകളാണെങ്കിൽ വേറൊരു ഭാഗത്ത് വ്യത്യസ്ത തലങ്ങളിൽ വെച്ച് വ്യത്യസ്ത ടോക്കുകൾ അരങ്ങേറി എന്നുള്ളതാണ്. കോൺവെർസേഷൻ, സോളോ ടോക്സ്, വിവിധ പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ, കവിയരങ്ങ്, ഇങ്ങനെ കഥയരങ്ങ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡിബേറ്റുകൾ ഈ 7 ദിവസവും ഇതിനകത്ത് നടന്നു. എല്ലാ അർത്ഥത്തിലും നിയമസഭാ പരിസരം സമ്പന്നമായി മാറി എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ലിറ്റററി ഫെസ്റ്റിവലിനകത്ത് പങ്കെടുത്ത ഒരു കുട്ടിയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് കുട്ടികൾക്കായി ഒന്നുമില്ല, നിങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, കുട്ടികൾക്ക് വന്ന് കേവലം കണ്ടുപോകുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് എൻജോയ്മെന്റിന് വേണ്ടി ഒന്നുമില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ എഡിഷനിൽ ആ കുട്ടിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് സ്റ്റുഡന്റ് കോർണർ ഞങ്ങൾ ആരംഭിക്കാൻ തയ്യാറായത്. ആ സ്റ്റുഡന്റ് കോർണറിൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം
മെഗാ സമ്മാന കൂപ്പൺ ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. അത് 3-ാം പതിപ്പിന്റെ പ്രത്യേകതയാണ്. ലക്കി ഡ്രോ ഏതാണ്ട് 1,50,000 കൂപ്പണുകൾ ഇവിടെ ഞങ്ങൾ വിതരണം ചെയ്തു. അത് വ്യത്യസ്ത പബ്ലിഷേഴ്സ് മുഖാന്തരമാണ് ഇത് വിതരണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ഈ ബുക്ക് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത 166 പ്രസാധകന്മാർ അക്രോസ് ദ കൺട്രി, രാജ്യത്തെമ്പാടുമുള്ള 266ഓളം വരുന്ന സ്റ്റാളുകൾ ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ ഈ ഫെസ്റ്റിവലിന്റെ വിജയത്തിന് വേണ്ടി വ്യത്യസ്ത സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു. കൾച്ചറൽ കമ്മിറ്റിയാണ് പലതരത്തിലുള്ള ചർച്ചകൾക്കും നേതൃത്വം കൊടുത്തത്. മീറ്റ് ദ ഓർഡർ, KLIBF ഡയലോഗ്സ്, KLIBF ടോക്സ്, ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൾച്ചറൽ കമ്മിറ്റിയാണ്. അതുപോലെ റിസപ്ഷൻ കമ്മിറ്റി. സാധാരണ ഇത്രയും വലിയൊരു ഫെസ്റ്റിവലിനകത്ത് വന്നാൽ തിരിച്ചു പോകുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ പരാതി ഉണ്ടാകും. പക്ഷേ യാതൊരു പരാതിയുമില്ലാതെ ഇവിടെ വന്ന 300-ലധികം വരുന്ന ഗസ്റ്റുകളെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അവരെ തിരിച്ചയക്കാൻ കഴിഞ്ഞു. അത് റിസപ്ഷൻ കമ്മിറ്റിയുടെ വിജയം തന്നെയാണ്. റിസപ്ഷൻ കമ്മിറ്റി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ നിലയിലേക്ക്. സാധാരണ ഇവിടെ കണ്ടു, നിയമസഭാ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷ എഴുതി 1-ാം സ്ഥാനത്തെത്തി ജോലിക്ക് വരുന്നവരാ. പലപ്പോഴും അവർ കേവലം ഫയൽ നോക്കൽ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ അവരുടെ ഉള്ളിലെ സംഘാടന മികവിനെയും അവരുടെ ഉള്ളിലെ സർഗാത്മക വാസനകളെയും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ ലിറ്റററി ഫെസ്റ്റിവലാണ്. യഥാർത്ഥത്തിൽ അവരുടെ സംഘാടന മികവിന്റെ തെളിവ് തന്നെയാണ് ഒരാൾക്ക് പോലും ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പരാതിയുമില്ലാതെ തിരിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളത്. അതോടൊപ്പം ഞങ്ങളെ നല്ലതുപോലെ മാധ്യമങ്ങൾ പിന്തുണച്ചു. എന്ന് പറയുമ്പം മുഖ്യധാര ചാനലുകളും മുഖ്യധാര പത്രങ്ങളും ആവശ്യമായ രീതിയിൽ ഇതിന് പ്രചരണത്തിന് കൊടുക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. സ്റ്റാൾ ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികൾ പറയുമ്പം സ്റ്റാൾ ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അക്കോമഡേഷൻ കമ്മിറ്റി, ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. ഇവിടെ ഞങ്ങൾ രൂപീകരിച്ച ഓരോ സബ് കമ്മിറ്റികളും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. ആ സബ് കമ്മിറ്റികൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഭാഗമായി IT ആൻഡ് മാനേജ്മെന്റ് കമ്മിറ്റി, സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ തയ്യാറാക്കിയ റീലുകളെല്ലാം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള റീൽസ് ആക്കിയും പ്രചരണ കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇരിക്കുന്ന ഒരു വേദിയാണിത്. നിയമസഭയോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും നിയമസഭയോട് അദ്ദേഹം കാണിക്കുന്ന ആദരവും യഥാർത്ഥത്തിൽ നിയമസഭ വിചാരിച്ചാൽ മാത്രം ഇത്രയും വലിയ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഒപ്പം ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയും തന്നെ, ധനകാര്യമന്ത്രി ഇതിന്റെ ആലോചന യോഗത്തിൽ ഞങ്ങൾക്ക് ആദ്യമേ എല്ലാ പിന്തുണയും നൽകി. ആ ഫിനാൻസ് കമ്മിറ്റിക്ക് ആവശ്യമായ പണം നൽകാനും മറ്റും ധനകാര്യ വകുപ്പ് കാണിച്ച സഹായം ഞങ്ങൾ പ്രത്യേകം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും ഓരോ MLA-മാർക്കും 3 ലക്ഷം രൂപ വീതമുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത. എല്ലാ അർത്ഥത്തിലും ഞങ്ങളുമായി എല്ലാ തലത്തിലും സഹായിക്കാൻ ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, സംസ്ഥാന തലസ്ഥാനത്തെ യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റലിനകത്ത് ഉൾപ്പെടുത്താൻ ഈ ലിറ്റററി ഫെസ്റ്റിവലിന്റെ പശ്ചാത്തലത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മുൻകൈയെടുക്കണം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ബുക്ക് ഫെസ്റ്റിവൽ നടന്നിരുന്നു 2010-11 വേൾഡിലെ ഏറ്റവും വലിയ ബുക്ക് ഫെസ്റ്റിവൽ ആയിരുന്നു. അതിന്റെ റീജിയണൽ ബുക്ക് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടന്നിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് മുടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് ആവശ്യപ്പെട്ടതും അഭ്യർത്ഥിച്ചതും വേൾഡ് ബുക്ക് ക്യാപിറ്റലായി തിരുവനന്തപുരത്തെ മാറ്റാൻ യുനെസ്കോക്കകത്ത് നിങ്ങൾ യുനെസ്കോയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ നിങ്ങൾ നടത്തണം. മുഖ്യമന്ത്രിയുടെ ആ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റലാക്കി തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്ത് ആരംഭിച്ചു എന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുൻവർഷത്തെക്കാൾ നല്ല രീതിയിൽ ഇത്തവണ ബുക്ക് ഫെസ്റ്റിവൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കാരണം ഓരോ ബുക്ക് ഫെസ്റ്റിവലിനകത്തും ഓരോ പരാതികളും പരിഭവങ്ങളും ഉണ്ടായേക്കാം. ആ പരാധീനതകളും പരിഭവങ്ങളും എല്ലാം മാറ്റി ഒന്നാമത്തെ ബുക്ക് ഫെസ്റ്റിവലിനകത്തെ ന്യൂനതകൾ എന്താണ്, അത് ഞങ്ങൾ 2-ൽ പരിഹരിച്ചു. 2-നകത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടോ, അത് ഞങ്ങൾ 3-ൽ പരിഹരിച്ചു. ഞങ്ങൾ അതിമാനുഷ്യരൊന്നുമല്ല. സ്വാഭാവികമായും 3-ാമത്തെ ബുക്ക് ഫെസ്റ്റിവലിനകത്തും ന്യൂനതകൾ ഉണ്ടായേക്കാം. ആ ന്യൂനതകൾ ഞങ്ങൾ പൂർണ്ണമായും പരിഹരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നല്ല രീതിയിൽ ഇത് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് നല്ല രീതിയിലുള്ള പിന്തുണ എല്ലാ വിഭാഗത്തിന്റെ ആളുകളുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ്. ഈ ബുക്ക് ഫെസ്റ്റിവലിനകത്ത് ദേശീയ സർവ്വദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരെ ഞങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
ഇവിടെ നമുക്ക് പരിചിതമായ ദേവദത്ത് പട്നായിക്കിനെ പോലെ, പി സായിനാഥിനെ പോലെ, വൃന്ദ കാരാട്ടിനെ പോലെ, ശശി തരൂരിനെ പോലെ ലോകത്തറിയപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതിവിദഗ്ധന്മാരെ ഞങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം നിയമസഭയിലേക്ക് കേവലം വൈകുന്നേരം വന്ന് പോക്കല്ല, നിയമസഭയെ പൂർണ്ണമായും ഇലുമിനേറ്റ് ചെയ്യാൻ, ദീപാലംകൃതമാക്കി മാറ്റാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും പുസ്തകോത്സവം വൻ വിജയമായി മാറി. KLIBF-ന്റെ 3rd എഡിഷൻ അവസാനിക്കുമ്പം ഞങ്ങൾ സംതൃപ്തരാണ്. നിയമസഭയെ കുറിച്ച് പറയുമ്പം നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതിൽ പൂർണ്ണമായും സംതൃപ്തരാണ്. കാരണം ഒരു ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകര കാര്യമാണ്. ഇതൊരു യുണീക്കായ ഫെസ്റ്റിവലാണ്. ഒരുപക്ഷെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിൽ ഒരു നിയമസഭയും നടത്താൻ സാധിക്കാത്ത ഒരു ബുക്ക് ഫെസ്റ്റിവൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. അത് കൂട്ടായ്മയുടെ വിജയമാണ്, കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ്. എല്ലാവരും ഒരുപോലെ ഞങ്ങളുമായി സഹകരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, മുഖ്യമന്ത്രി, അതോടൊപ്പം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ജീവനക്കാർ, ഇവരെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് ഈ നിലയിലേക്ക് ഈ ബുക്ക് ഫെസ്റ്റിവൽ മാറിയത്. തീർച്ചയായും സമാപന സമ്മേളനത്തിലേക്ക് നീങ്ങുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകന് തിരിച്ചു പോകേണ്ടതുകൊണ്ട് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹവും ഈ രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഫാസിസം, ഇറ്റ്സ് എ കൾച്ചറൽ റെസിസ്റ്റൻസ്. വി ഹോപ്പ് വി വിൽ സക്സീഡ്. ഈ രാജ്യത്ത് നടക്കുന്ന ഫാസിസം, അതിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഞങ്ങൾ നടത്തിയ ബുക്ക് ഫെസ്റ്റിവൽ, ലിറ്റററി ഫെസ്റ്റിവൽ. തീർച്ചയായും അതിൽ ഞങ്ങൾ വിജയിക്കും. ഏറെക്കാലം ഏകാധിപത്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലോകത്തെവിടെയെല്ലാം ഏകാധിപത്യം ഉണ്ടായിട്ടുണ്ടോ, ലോകത്തെവിടെയെല്ലാം ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടിട്ടുണ്ടോ, അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചത് ജനകീയ ശക്തി തന്നെയാണ്. തീർച്ചയായും ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സെക്യുലറിസം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ, ഡെമോക്രസി ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ അന്തസ്സത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെതിരായി ചെറുത്തുനിൽപ്പിന്റെ മുന്നിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മുന്നിൽ നിൽക്കുന്നതിന്റെ സൂചനയാണ് KLIBF-ന്റെ 3rd എഡിഷൻ. തീർച്ചയായും ഞങ്ങളുമായി സഹകരിച്ചവരെല്ലാം ഈ ഘട്ടത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഐ ഇൻവൈറ്റ് മിസ്റ്റർ പ്രകാശ് രാജ് ടു ഇനോഗ്രേറ്റ് ദിസ് വാലഡിക്ടറി സെഷൻ. Welcome to Shahi Effect.